സിനിമയിലെ കരുത്തുറ്റ കഥാപാത്രങ്ങൾ വെള്ളിത്തിരയിൽ അനശ്വരമാക്കിയ ടി.ജി. രവി സാറാണ് ഈ ഒരു വേദിയിലേക്ക് എത്തുന്നത്. സ്വർണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള വിഷന്റെ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സിലേക്ക് ടി.ജി. രവി സർ ഇവിടെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. ടി.ജി. രവി സർ ഇതാ നമ്മളോടൊപ്പം എത്തുമ്പോ സാറേ, ഒരുപാട് സ്ത്രീകളുടെ പേടി സ്വപ്നമായിരുന്നു സാറ്. ഇന്നിതാ സ്ത്രീകളും മാത്രമുള്ള കൂടുതലുള്ള ഒരു വേദിയിൽ എത്തുമ്പോ, കുടുംബശ്രീയുടെ വേദിയിൽ എത്തുമ്പോ സാർ എന്താണ് പറയാനുള്ളത്? പഴയ കാലത്തല്ലല്ലോ എന്നുള്ളതാണ് ഇപ്പം ആദ്യമായിട്ട് പറയാനുള്ളത്. അതായത് എന്നെ കണ്ടിട്ട് അല്ല പറയരുത്, സ്ത്രീകൾ പറഞ്ഞ മാതിരി തോന്നി എനിക്കാണേ പറഞ്ഞു. എന്നെ കണ്ട് പേടിച്ച് കറ്റിട്ട് ഓടിയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ആ കാലഘട്ടമൊക്കെ പോയി. ഇപ്പം തന്തയായി വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗതിയില്ലാത്ത 3-4 പെൺപിള്ളേരുടെ തന്തയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് പഴയ കഥകളൊക്കെ ഇപ്പോൾ ആൾക്കാർ മറന്നു. ഇനിയിപ്പോൾ എന്തിനാണ് വെറുതെ വലിച്ച് പുറത്തിടണമെന്നാണ് എനിക്ക്. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഹേമ കമ്മിറ്റി വന്നതോട് കൂടിയിട്ട് പൊതുവേ സിനിമക്കാർക്ക് ആർക്കും മുഖത്ത് നോക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എനിക്കും അങ്ങനെയായിരുന്നു. ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട്, ഒരു വൈറൽ ഫംഗ്ഷനിൽ വെച്ച് പറഞ്ഞു, അതായത് സാധാരണ പരിപാടിക്കൊന്നും ഇപ്പോൾ ആൾക്കാരെന്നെ വിളിക്കണില്ല എന്ന് പറഞ്ഞു. ഹേമ കമ്മിറ്റി വന്നതിൻ്റെ കുഴപ്പമാണ്, എന്നെ കാണുമ്പോൾ തന്നെ എന്ത് സിനിമയിൽ മാത്രമല്ല അവൻ ആൾ പെശകാണെന്ന് പറഞ്ഞൊരു നോട്ടമുണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ അതിന് ശേഷം ഒരു ഗുണമുണ്ടായി. അടുത്തൊരു ട്രോള് വന്നു. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആൾക്കാരുടെ പടമുണ്ട്, അല്ല 4 പേരുടെ. എന്നിട്ട് തട്ടും മുട്ടും ഇല്ലാതെ വേണ്ടത്ര ചീത്തപ്പേര് നേടിയ 4 പേർ എന്നാണ് അതിൻ്റെ ഹെഡിങ്. ആദ്യത്തെ ആൾ ജോസ് പ്രകാശ് ഏട്ടനാണ്, രണ്ടാമത്തെ ആൾ KP ഉമ്രക, മൂന്നാമത്തെ ആൾ ബാലൻ K നായർ, 4ാമത്തെ മഹാനായ ഈ ഞാൻ. അങ്ങനെ 4ാമത്തെ. അല്ല, സാധാരണ സാറ് ഇങ്ങനെ പറയാറുണ്ട്, സിനിമയിലെ വില്ലന്മാര് ജീവിതത്തിൽ നായകന്മാരായിരിക്കും എന്ന്. എന്നാലും പുറത്തെവിടെയെങ്കിലുമൊക്കെ വച്ച് ഇപ്പോഴും കുറച്ച് മധ്യവയസ്കരായ ചേച്ചിമാർ, അതായത് സാറിന്റെ പഴയ പടങ്ങൾ, ബലാത്സംഗ പടങ്ങളൊക്കെ, റേപ്പ് സീൻസ് ഒക്കെ കണ്ട ചേച്ചിമാര് ഇപ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ ഓടി ഒളിക്കാൻ ശ്രമിക്കാറുണ്ടോ? സാറിന് പെട്ടെന്ന് കാണുമ്പോൾ ഒരു ഭയം, അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ഈ അടുത്ത കാലത്ത് നടന്നിട്ടുണ്ടോ സാറേ? ഇല്ല, ആ തലമുറ ഇപ്പം മിക്കവാറും നടക്കാൻ വയ്യാണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ തലമുറയാണെങ്കിൽ ആ സിനിമകളൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പാവം ഒരു തന്ത എന്ന് പറഞ്ഞിട്ട് വരുന്ന കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പം പെൺകുട്ടികൾ. ഈയിടെ ഉണ്ടായി, ഒരു പടത്തിൽ അഭിനയിക്കാൻ ചെന്നപ്പോൾ ഒരു കുട്ടി എന്നോട് വന്ന് ലോഹിയൊക്കെ പറഞ്ഞൊരു പെൺകുട്ടിയാണ്, അത് പാവം. അത് വന്നിട്ട് എൻ്റെ മടിയിൽ വന്നിരുന്നു. അപ്പോൾ അവിടെ നിന്നെടുത്തും ചോദിക്കായി, മൂപ്പരുടെ പഴയ പടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ മോളെ നീയെന്ന് ചോദിച്ചാൽ എൻ്റെ അകത്ത്. മനസ്സിലായോ? അപ്പം ഞാനൊരു പാവമാണെന്നുള്ളത് ആ കുട്ടിക്ക് അറിയാം, അതുകൊണ്ടാണ് ഈ വന്നിരുന്നത്. അപ്പം എന്താ വെച്ചാൽ ഈയിടെ ഒരു ഫേസ്ബുക്കിൽ ഒരു വിദ്വാൻ എഴുതിയിരുന്നു. അപ്പം എൻ്റെ മരുമകൾ ആഫ്രിക്കയിലുണ്ട്. ഒരു ദിവസം കാലത്ത് വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് കരച്ചൽ ചെയ്യുന്നില്ല, കരയണമെന്ന് ചോദിച്ചു. എന്തൊരു അപകടം ഉണ്ടായെന്ന് ചോദിച്ചാൽ, അല്ല അച്ഛാ ഞാൻ ഒരിടത്തിൻ്റെ ഫേസ്ബുക്ക് കണ്ടു, അത് ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം നോക്കിയപ്പോൾ എന്താ വെച്ചാൽ ഞാൻ ഒറ്റയ്ക്കാണ് ജീവിക്കണതേ, ഇവിടെ വേറെ ആരുമില്ല. അപ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് വെച്ചാൽ എൻജിനീയറും സിനിമാ നടനുമായ ടി.ജി. രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് ഹെഡിങ്. എന്നിട്ട് ആരുമില്ല, ഗതികേടുകൊണ്ട് മൂപ്പര് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പേര് ഇയാൾക്ക് കമൻ്റ് അടിച്ചിട്ടുണ്ട്. അയാളെക്കുറിച്ച് 4 തലമുറ വരെ ചീത്ത പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പക്ഷേ 2 പേരുടെ കമൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ കമൻ്റ് എന്താ അറിയോ? ഒരുപാട് പെണ്ണുങ്ങൾ ഉപദ്രവിച്ച ആളല്ലേ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത്. അതെനിക്ക് ഏറ്റവും ഇഷ്ടമായത്. എന്താണെന്ന് ചോദിക്കണ്ടേ? അല്ല സാറ്, കാരണം സാറ് പണ്ട് ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ മനോഹരമാക്കി സ്ക്രീനിൽ ചെയ്ത ഒരാളാണ്. അപ്പൊ അന്ന് ഇൻസ്റ്റാഗ്രാം ഇല്ല, യൂട്യൂബ് ഇല്ല, ട്രോളന്മാരില്ല, ട്രോളൊന്നും വന്നിട്ടില്ല സാറിന്. കാരണം അന്ന് അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഈ സോഷ്യൽ മീഡിയ ഇല്ല. സാറിന്റെ ആ സമയത്തായിരുന്നു ഈ സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നതെങ്കിൽ എനിക്ക് മമ്മൂട്ടിയേക്കാൾ കൂടുതൽ ആരാധകരുണ്ടായിപ്പോയെന്നെ. ഇപ്പോൾ ഇത്രയും ഞാൻ ചോദിച്ചു പ്ലാൻ ചെയ്തിട്ട് സാറ് വല്ലതും പറയുന്നതാണോ? ഈ ചോദ്യങ്ങൾ ഞാൻ സാറിനോട് നേരത്തെ പറഞ്ഞിരുന്നു ഒന്നുമില്ല. സാറ് ദേ കയറി വന്നു, ഞാൻ ഈ സ്റ്റേജിൽ വെച്ചിട്ടാണ് സാറിനെ കാണുന്നത്. പക്ഷേ നമ്മൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിന് ഇത്രയും സരസമായ രീതിയിൽ നമുക്ക് വേണ്ടി മറുപടി പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാള സിനിമയോടൊപ്പം സഞ്ചരിച്ച ഈ ഒരു ലെജൻഡിന് ഒരു വലിയ കൈയ്യടി നൽകി. പിടിക്കുന്നില്ല
ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ ഇരിക്കേണ്ട ഒരാൾ എൽസി ചേച്ചി ചേച്ചിയല്ലേ എൽസി ആ. അല്ലെങ്കിൽ നമ്മൾ ബഹുമാനത്തോടു കൂടെ ഈ വിളിക്കണമെങ്കിൽ ഇന്ദിരാഗാന്ധിയൊക്കെ ഇന്ദിരാഗാന്ധി ചേച്ചി എന്നും വിളിക്കാറില്ലല്ലോ. നെഹ്റു ചേട്ടൻ എന്ന് വിളിക്കുമോ? ഇല്ലല്ലോ. നെഹ്റു എന്ന് വിളിച്ചാൽ മതി. എൽസി എന്ന് തന്നെ വിളിച്ചാൽ മതി. എൽസി ചേച്ചി എന്നൊന്നും വേണ്ട അതിൻ്റെ അകത്ത്, കേട്ടോ. അപ്പം എന്താ വെച്ചാൽ എൽസി ഞാനും കൂടെ ഒരുപാട് നാടകം ഒരുമിച്ച് അഭിനയിച്ചതാണ്. തൃശ്ശൂർ പൂരപ്പറമ്പിൻ്റെ അകത്ത് ഒരു നാടകത്തിന് വേണ്ടി ആദ്യത്തെ കട്ടൗട്ടർ തൃശ്ശൂർ വയ്ക്കുന്നത് ഞാനും എൽസിയും കൂടി. എൽസി എൻ്റെ കാല് പിടിച്ചിരിക്കണതാണ്. ഇനി എൽസിയോടും ചോദിച്ചാൽ എൽസിയെ വിളിച്ചിട്ട് വരുമ്പോൾ ചോദിക്കുക, ഈ വിദ്വാനെ എങ്ങനെയുണ്ട്, കുഴപ്പക്കാരനാണോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മതി. ചിലപ്പോൾ നുണ പറയട്ടോ കുഴപ്പക്കാരനാന്ന്. എൽസി ചതിക്കല്ലേ എന്തായാലും സംഗതി ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അടുത്തു പോയപ്പോൾ സാറാണ് മാറിയത് പേടി കാരണം. ഞാൻ അടുത്തോട്ട് പോകുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ സാറേ, ഒരു ഭയം. ഞാനൊന്ന് ഇങ്ങനെ പിടിച്ചോട്ടെ. ഒരു പ്രാവശ്യം പിടിക്കുള്ളൂ. അല്ല, ഒന്നിൽ കൂടുതലായിക്കോട്ടെ, എനിക്കെന്തൊരു കുഴപ്പമെന്ന്. എനിക്ക് സാറിനെ ഓർമ്മ എന്ന് പറയുന്നത് റീമ കല്ലിങ്കലിനോട് ഒരു ചെറിയ പ്രപ്പോസൽ വഴി 22 ഫീമെയിൽ കോട്ടയത്തിൽ ആ റോളിലാണ്. ഞങ്ങളുടെ ജനറേഷൻ സാറിനെ അങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, കാരണം ആ ഒരു ന്യൂ ജനറേഷൻ വേവിന്റെ ഭാഗമായിട്ട്. പക്ഷെ അത് ആ സിനിമ വന്നതിന് ശേഷം റീമ എന്നെ പ്രാവശ്യം വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇനി ആ സിനിമ കാണാൻ പോവില്ല, 3 പ്രാവശ്യം നിങ്ങൾ എന്നെ കരയിപ്പിച്ചു, ഇനി കരയാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ്. സോ ഈ ഒരു മഹാനടന് ഇന്ന് ഈ കുടുംബശ്രീ ചേച്ചിമാരോട്, അല്ലെങ്കിൽ കുടുംബശ്രീയുടെ ഇത്രയും വലിയൊരു പങ്കാളിത്തം ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ എന്താണ് സാർ പറയാനുള്ളത്? കുടുംബശ്രീ ചേച്ചിമാരോട് എനിക്ക് ഈ സൊസൈറ്റിക്ക് വന്ന ഏറ്റവും വലിയ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഈ രീതിയിലുള്ള ഒരു കുടുംബശ്രീ പരിപാടിയൊന്നും ഇല്ലായിരുന്ന കാലത്ത് ഇന്നിപ്പോൾ കുടുംബശ്രീ ചേച്ചിമാർ വന്ന് സ്റ്റേജിൽ എന്തെല്ലാം തരുന്ന ഡാൻസ് ചെയ്യുന്നു. അവർ പലപ്പോഴും ഒരുമിച്ചിരുന്ന് ഫ്ലൈറ്റിൽ ആഘോഷിക്കാൻ പോകുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ മനുഷ്യരൊക്കെ ആഘോഷിക്കാൻ പറ്റും, അത് മുഴുവൻ ആഘോഷിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ. പഴയ കാലത്താണെങ്കിൽ ആകെ ഒരു ഡാൻസ് വേണമെങ്കിൽ ചെയ്യാം. ഓണക്കാലത്ത് ഒരു കൈകൊട്ടിക്കളി ഉണ്ട്, വേണമെങ്കിൽ അതിൻ്റെ അകത്തുണ്ടാവും, അതിൻ്റെ അപ്പുറമൊന്നും ഉണ്ടാവാറില്ല. അത് വിട്ടിട്ട് സൊസൈറ്റിക്ക് വന്ന വലിയൊരു ചേഞ്ച് കാണണമെങ്കിൽ കുടുംബശ്രീയും ചേച്ചിമാരെ കണ്ടാൽ മതി. സോ നമുക്ക് വേണ്ടി എത്തിയ ഞങ്ങളുടെ രവിയേട്ടന്, ഞങ്ങളുടെ രവിശേട്ടനെ ഞങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന രവിയേട്ടന് ഞങ്ങളൊരു സ്നേഹ സമ്മാനം ഒന്ന് തരാൻ പോവാണ്. രവിയേട്ടാ, അത് തന്നൂല, നേരത്തെ വന്ന് കെട്ടിപ്പിടിച്ചില്ലേ, പിന്നെ അതിൽ കൂടുതൽ എന്ത് സമ്മാനം വേറെ? എന്നാലും ഞങ്ങളുടെ യെല്ലോ ക്ലൗഡിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു കെട്ടിപ്പിടുത്തം മാത്രമല്ല, ഒരു ചെറിയ ഫലകം കൂടി ഉണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, ഇത് നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് COAയുടെ ജില്ലാ പ്രസിഡന്റ്, COAയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായ TD സതീഷേട്ടനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സോ പ്ലീസ് ഒന്ന് വേദിയിലേക്ക് എത്താനായിട്ട് അദ്ദേഹത്തെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ചേട്ടാ, കെട്ടിപ്പിടുത്തം വേണമെങ്കിൽ പറയണം. ഈ കെട്ടിപ്പിടുത്തം കെട്ടിപ്പിടുത്തം ഫലകം മാത്രമേ ഉള്ളൂ, കെട്ടിപ്പിടുത്തം പറഞ്ഞിട്ടില്ല. സുഭാഷ് ചേട്ടനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. സുഭാഷ് സാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സുഭാഷ് സാറ് ഞങ്ങളുടെ COA ജില്ലാ പ്രസിഡന്റ്, COA സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. സുഭാഷ് സാറിനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. TD സുഭാഷ് സാറാണ് വേദിയിലേക്ക് നൽകുന്നത്. രവിയേട്ടാ, നമുക്ക് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ചെയ്തു വരുന്ന ഒരു അംഗം കൂടിയാണ് സുഭാഷ് സാറ്. ഞങ്ങളോടൊപ്പം ഒരു സന്തത സഹചാരി കൂടിയാണ്. അപ്പം രവിയേട്ടനെ പോലെ ഒരു മഹാനടൻ വരുമ്പോൾ സുഭാഷ് സാറ് തന്നെയാണ് അദ്ദേഹത്തെ ആദരിക്കാൻ ഞങ്ങൾക്കുള്ള ഏറ്റവും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വം. താങ്ക് യു സോ മച്ച് സുഭാഷ് ഏട്ടാ, താങ്ക് യു. സോ രവിയേട്ടനാണ്. ഇനി അവാർഡ് കൊടുക്കാനുണ്ട് രവിയേട്ട. അവാർഡിലേക്ക് ഞങ്ങൾ കടക്കാൻ പോവുകയാണ്. ഇതിലെ അടുത്ത അവാർഡ്, അതിൽ കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് ക്യാഷ് പ്രൈസ് നൽകുന്നതിന് വേണ്ടി ഞങ്ങളുടെ KCCL ഡയറക്ടർ ബിജു VP അദ്ദേഹത്തെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ബാക്കിയുള്ള പ്രശംസാപത്രം നൽകുന്നതിന് വേണ്ടി ധർമ്മപ്രിയ ഫിനാൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ചെയർപേഴ്സണായ മിസ്സസ് സെൽവി ശിവകുമാർ, മിസ്സസ് സെൽവി മാമിനെ കൂടി വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ അടുത്ത അവാർഡിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സിന്റെ ആരോഗ്യ സംരക്ഷണ രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു അവാർഡ് ഗോസ് ടു നാച്ചുറൽ പ്യുവർ ഡ്രിങ്കിംഗ് വാട്ടർ ഗുരുവായൂർ. നമുക്ക് ആദ്യം അവരുടെ പ്രൊഫൈൽ ഒന്ന് കണ്ടു നോക്കാം. നാച്ചുറൽ പ്യുവർ ഡ്രിങ്കിംഗ് വാട്ടർ കുടുംബശ്രീ കൂട്ടായ്മകളിലെ ചർച്ചകളിൽ നിന്നാണ് പലർക്കും പല ആശയങ്ങളും വീണു കിട്ടുന്നത്. പുതുതായി എന്തെങ്കിലും തുടങ്ങുകയും
സ്വന്തമായി വരുമാനമാർഗം കണ്ടെത്തണമെന്ന് തോന്നുകയും ചെയ്യുന്നത് അത്തരം വേദികളിൽ നിന്ന് തന്നെയാണ്. കുടുംബശ്രീ സൂക്ഷ്മ സംരംഭമായി ആരംഭിച്ച നാച്ചുറൽ പ്യുവർ ഡ്രിങ്കിംഗ് വാട്ടറിന്റെ പിന്നണി പോരാളികളുടെ കഥയും വ്യത്യസ്തമല്ല. മനസ്സിലുദിച്ച ആശയം അവതരിപ്പിച്ചപ്പോൾ കുടുംബശ്രീയിൽ നിന്ന് പൂർണ്ണ പിന്തുണ ലഭിച്ചു. NULM പദ്ധതി പ്രകാരം 4,20,000 രൂപ ലോൺ ലഭിക്കുകയും ബാക്കി തുക അംഗങ്ങൾ ചേർന്ന് സ്വരുക്കൂട്ടിയതും ചേർത്ത് 10 ലക്ഷം രൂപയുടെ മൂലധനത്തിൽ 2019 ഒരു ചെറിയ ഡ്രിങ്കിംഗ് വാട്ടർ യൂണിറ്റിന് തുടക്കം കുറിച്ചു. 1 വർഷം പിന്നിടുമ്പോഴേക്കും ആവശ്യമായ ഓർഡറുകൾ ലഭിച്ചു തുടങ്ങുകയും 2ാം വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്കും മറ്റൊരു പ്ലാന്റ് കൂടി സ്ഥാപിക്കുന്നതിലേക്ക് വളർച്ച നേടുകയും ചെയ്തു. കലർപ്പുകൾ നീക്കം ചെയ്ത്